നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ നോക്ക്, വാട്ട് എ പെർഫോമൻസ്. ചരിത്രത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ബാറ്റ് വീശാൻ തീരുമാനിച്ചപ്പോൾ ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിലിട്ട് തീർത്തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. ചില്ലറ തോൽവിയല്ല, 53 റൺസിന്റെ തോൽവിയാണ് രണ്ടാം T20 മത്സരത്തില് സൗത്ത് ആഫ്രിക്കയോട് ഓസ്ട്രേലിയ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. നോക്കുക, ഡേവൽ ഡി ബ്രവീസ്, ജൂനിയർ ABD എന്ന് വിളിപ്പേരുള്ള ഡേവൽ ഡി ബ്രവീസ് തന്റെ വിളിപ്പേരിനൊപ്പിച്ച പ്രകടനം നടത്തി. 56 പന്തുകളിൽ നിന്ന് 12 ഫോറും 8 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പെയ്തിറങ്ങി. 223.21 സ്ട്രൈക്ക് റേറ്റിൽ 125 റൺസ് അടിച്ച് റെക്കോർഡുകൾ വാരിക്കൂട്ടി. അയാൾ അങ്ങ് പൊളിച്ചടുക്കിയപ്പോ പേര് കേട്ട ഓസീസ് നിരക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നോക്കുക, ഈ തോൽവി 9 കൺസിക്യൂട്ടീവ് മാച്ചസ് വിജയിച്ചു വന്ന ഓസ്ട്രേലിയയുടെ വിന്നിംഗ് സ്ട്രീക്ക് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. റെക്കോർഡുകളാ, വെറുതെ ചരിത്രം കുറിച്ചു എന്ന് പറയുകയില്ല, റെക്കോർഡുകളാ. കേട്ടോ 22 വയസ്സും 105 ദിവസവുമാണ് ഇന്ന് ഡേവൽ ഡി ബ്രവീസിന്റെ പ്രായം. യംഗസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ ടു സ്കോർ എ T20I സെഞ്ചുറി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി T20I മത്സരത്തിൽ സെഞ്ചുറി എടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞില്ല. 125 റൺസ് അല്ലേ കുറിച്ചത്. അതോടുകൂടി ഹൈയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ബൈ എ സൗത്ത് ആഫ്രിക്കൻ ഇൻ T20I അന്താരാഷ്ട്ര T20 മത്സരത്തില് ഒരു സൗത്ത് ആഫ്രിക്കക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ മറികടന്നിരിക്കുന്നതോ സാക്ഷാൽ ഫാഫ് ഡു പ്ലസിയുടെ 119 റൺസ് 2015 അടിച്ച 119 റൺസിന്റെ ആ റെക്കോർഡാണ് ഡേവൽ ഡി ബ്രവീസ് 2025 10 വർഷങ്ങൾക്ക് ശേഷം തിരുത്തി കുറിച്ചിരുന്ന 125 റൺസുമായിട്ട് പുറത്താകാതെ കഴിഞ്ഞില്ല. ഓസ്ട്രേലിയക്കെതിരെ T20Iല് ഒരു താരം കുറിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദിന്റെ റെക്കോർഡാണ് ഇവിടെ മറികടന്നിരിക്കുന്നത്. 123 നോട്ട് ഔട്ട് 57 പന്തുകളിൽ നിന്ന് ഋതു മുമ്പ് ഓസ്ട്രേലിയക്കെതിരെ നേടിയിരുന്നു. അതാണ് ഇവിടെ മറികടന്നിരിക്കുന്നത്. 125 നോട്ട് ഔട്ട് 56 പന്തുകളിൽ നിന്ന് ഡേവൽ ഡി ബ്രവീസ് പുതിയ ചരിത്രം കുറിച്ച മത്സരം. എന്തായാലും ഓസീസ് തോറ്റിരിക്കുന്നു 53 റൺസിന്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 218 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗില് 17.4 ഓവറുകളിൽ 165 ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി എഡൻ മർക്രമും റിക്കിൾട്ടനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 34 റൺസാണ് അവർ സംഭാവന ചെയ്തത്. ആദ്യം പുറത്തായത് റിക്കിൾട്ടൻ ആണ്. 10 പന്തിൽ നിന്ന് 14 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. മർക്രം 13 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചപ്പോൾ പ്രിട്ടോറിയസ് 10 പന്തിൽ നിന്ന് 10 റൺസ് അടിച്ചു. ഡേവൽ ഡി ബ്രവീസ് ആണ് പിന്നെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോയത്. സ്റ്റെപ്സ് 22 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ചപ്പോൾ വാൻഡർഡിയസൺ 5, ബോഷ് 0, റബാദ 5, ഇങ്ങനെ പോയി മറ്റുള്ളവരുടെ സംഭാവന. ബ്രവീസ് 56 പന്തുകൾ, 12 ഫോറുകൾ, 8 സിക്സറുകൾ, 125 നോട്ട് ഔട്ട്. അങ്ങനെ 20 ഓവർ കഴിയുമ്പോൾ സൗത്ത് ആഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 218. മറുപടി ബാറ്റിംഗിൽ ട്രാവിസ് ഹെഡ് വീണ്ടും സിംഗിൾ ഡിജിറ്റിന് മടങ്ങി 5 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന് സംഭാവന. മിച്ച് മാർഷ് 22 റൺസ് അടിച്ചപ്പോൾ കാമറൺ ഗ്രീൻ 9 റൺസിന് മടക്കി വിട്ടു. ഖേനം അപ്പാക്ക, ടിം ഡേവിഡ് കഴിഞ്ഞ കളിയിലെ ഓസീസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതേ നാണയത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ അടിച്ചു പറത്തി കളിച്ചു. പക്ഷേ അദ്ദേഹത്തെ കാഗിസോ റബാദ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം മടക്കി വിട്ടു. 24 പന്തിൽ 4 ഫോറും 4 സിക്സും അടക്കം അദ്ദേഹം 50 റൺസ് അടിച്ചിരുന്നു. മാക്സ്വെല്ലിൽ 16, ഓവൻ 8, ഖാരി 26, ഡോർഷിസ് 12, അബൌട്ട് 1, സാംബ ഡക്ക്. ഇങ്ങനെ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് അങ്ങ് തീർന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഖേനം അപ്പാക്ക 4 ഓവറിൽ 57 റൺസ് വിട്ടുകൊടുത്തു. പക്ഷെ അദ്ദേഹം 3 വിക്കറ്റുകൾ, എണ്ണം പറഞ്ഞ വിക്കറ്റുകൾ പിഴുതെടുത്തെടുത്താണ് കളി സൗത്ത് ആഫ്രിക്കക്ക് ലഭിച്ചത്. ഗ്ലെൻ മാക്സ്വെല്ലിനെ മടക്കി വിട്ടു. കാമറൺ ഗ്രീൻ 9 റൺസിന് മടക്കി വിട്ടു. പിന്നെ അവരുടെ ഒരു പ്രതീക്ഷയായിരുന്ന മിച്ച് ഓവനെ 8 റൺസിന് ബൗൾഡാക്കി വിട്ടു. ആ 3 വിക്കറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ കോർവിൻ ബോഷ് തുടരെ 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ഡോർഷിസിനെയും സാംബയെയും അങ്ങനെ അവരങ്ങ് തീർക്കുകയായിരുന്നു. ഇപ്പം 4 ഓവറിൽ 57 റൺസിന് 3 വിക്കറ്റ് ഖേനം അപ്പാക്ക. ബോഷ് 3 ഓവറിൽ 20 റൺസിന് 3 വിക്കറ്റ്. റബാദയും മർക്രമും ലുങ്കിയങ്കീഡിയും പീറ്ററും ഓരോ വിക്കറ്റുകളും നേടുകയുണ്ടായി. ഏതായാലും ഓസ്ട്രേലിയ 53 റൺസിന്റെ പരാജയം അവരുടെ മണ്ണിലിട്ട് അവർക്ക് കൈപ്പേറിയ അനുഭവം കൊടുത്തിരിക്കുന്നു. ബ്രവീസിന്റെ കരുത്തിൽ സൗത്ത് ആഫ്രിക്ക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.